ട്രംപ് വിരുദ്ധത ലോകത്തിൻ്റെ മനഃശാസ്ത്രമായി മാറുകയാണ്. ഇറ്റലി എന്ന രാജ്യം തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഒരു മെല്ലെപ്പോക്ക് ആവശ്യമാണ്. യുദ്ധത്തിൽ അമേരിക്ക ബെല്ലും ബ്രേക്കുമില്ലാതെ പോകുന്നത് അംഗീകരിക്കാനാവില്ല. അതുകൊണ്ട് അമേരിക്കയോട് ഇറ്റലി ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് യുദ്ധം ഒരു പരിഹാരമല്ല, പിൻവാങ്ങണം. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ഒപ്പം ചേരുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഈ ഇസ്രായേലുമായുള്ള എല്ലാ പ്രതിരോധ കരാറുകളിൽ നിന്നും ഇറ്റലി പിന്മാറിയ വാർത്ത കേട്ടപ്പോൾ ഷോക്കിംഗ് എന്നാണ് ട്രംപ് പറഞ്ഞത്. സമീപകാല സാഹചര്യങ്ങൾ മുൻനിർത്തി ഇസ്രായേലുമായി സൈനിക സഹകരണ കരാറുകളും പിന്തുണയും ഇറ്റലി മരവിപ്പിച്ചതായാണ് ജോർജിയ മെലോണി പറഞ്ഞിരിക്കുന്നത്. ചരിത്രപരമായി തന്നെ ഏറെ ഇഴയടുപ്പമുള്ള രാഷ്ട്രങ്ങളാണല്ലോ ഈ ഇസ്രായേലും ഇറ്റലിയും. അപ്പോൾ ഈ പുരാതന ബന്ധം കൂടിയാണോ അറ്റുപോകുന്നത്? ഇസ്രായേലിനെ ഇത് ഏത് രീതിയിൽ ബാധിക്കും? ഇറാനും അമേരിക്കയും തമ്മിലുള്ള സ്റ്റാൻഡ് ഓഫിൽ തീർച്ചയായും ഇസ്രായേലിനൊരു വലിയ പങ്കാളിത്തമുണ്ടല്ലോ. ഇവിടെ മൾട്ടിപ്പിൾ ലെവലിലാണ് ഇസ്രായേലി താല്പര്യങ്ങൾ പോകുന്നത്. ഒരു വശത്തെ യുദ്ധത്തിൽ ഇറാനെ പരമാവധി ക്ഷയിപ്പിക്കാൻ ഇസ്രായേൽ നോക്കുന്നു. അതേസമയം ഇസ്രായേലുമായി അടുപ്പമുള്ള അപൂർവം രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത്. ആ രാജ്യങ്ങളുമായുള്ള ബന്ധം നഷ്ടപ്പെടാതെ നോക്കേണ്ടതുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് ഒരു ലാർജർ പിക്ചറിൽ ട്രംപ് വിരുദ്ധത ലോകത്തിൻ്റെ മനഃശാസ്ത്രമായി മാറുകയാണ്. നോക്കൂ, ഇവിടെ ഉന്നയിക്കപ്പെട്ട ചോദ്യം ഇറ്റലിയെക്കുറിച്ചാണ്. ഇറ്റലി ഇസ്രായേൽ ഡിഫൻസ് കരാറിൻ്റെ ഭാവി എന്ത്? ഇതാണല്ലോ ചോദ്യം. ജോർജിയ മെലോണി, ഹോട്ട്ഷേ എന്നൊക്കെയാണ് അവരുടെ പ്രൊണൗൺസിയേഷൻ, ഇങ്ങനെ ജോർജിയ എന്ന് നമ്മൾ പറയുന്നതേ ഉള്ളൂ. ജോർജിയ മെലോണി എന്ന ധീരവനിത ഇറ്റലിയിൽ പ്രധാനമന്ത്രിയായി പ്രവർത്തിക്കുന്നു. ഡൊണാൾഡ് ട്രംപുമായി ഏറെ അടുപ്പം പുലർത്തുന്ന ആളുമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ജോർജിയ മെലോണി നല്ല അടുപ്പം പുലർത്തുന്ന ആളാണ്. അങ്ങനെ പല രാജ്യങ്ങളുമായും അടുപ്പം പുലർത്തുന്ന, പൊതുവെ ഒരു ലോക നേതാവായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീരത്നം. അവരിപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്, ഇറ്റലി എന്ന രാജ്യം തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഒരു മെല്ലെപ്പോക്ക് ആവശ്യമാണ്. യുദ്ധത്തിൽ അമേരിക്ക ബെല്ലും ബ്രേക്കുമില്ലാതെ പോകുന്നത് അംഗീകരിക്കാനാവില്ല. അതുകൊണ്ട് അമേരിക്കയോട് ഇറ്റലി ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് യുദ്ധം ഒരു പരിഹാരമല്ല, പിൻവാങ്ങണം. നെയ്റ്റോയിൽ പങ്കാളിയാണ് ഇറ്റലി എന്ന രാജ്യം ഓർക്കണം. പക്ഷേ നെയ്റ്റോ ഈ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നില്ല. ഇറ്റലിയുടെ കടുംപിടുത്തമാണ്. ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും കടുംപിടുത്തം മാത്രമല്ല, ഏറെ കൂടുതൽ സംസാരിക്കുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറിനെ കുറിച്ചും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയെക്കുറിച്ചുമാണ്. അവരൊന്നും യുദ്ധത്തിന് അനുകൂലമല്ല, അമേരിക്കയോടൊപ്പമല്ല. അമേരിക്ക എതിർക്ക് നിൽക്കുന്നൊന്നുമില്ല, പക്ഷേ അമേരിക്കയോടൊപ്പമല്ല. തങ്ങൾക്കിതിൽ പങ്കാളിത്തമില്ല, തങ്ങളിതിൽ ഘടകമല്ല. ഇത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും മാത്രം യുദ്ധമാണ്. പക്ഷേ ഒരു യൂറോപ്യൻ രാജ്യവും ഇസ്രായേലുമായുള്ള ഒരു കരാറും ഇതിനിടയിൽ മരവിപ്പിച്ച് കണ്ടില്ല. പക്ഷേ അതിന് ധൈര്യം കാട്ടിയത് ഇറ്റലി എന്ന രാജ്യമാണ്. പരമ്പരാഗതമായ പല കരാറുകളുമുണ്ട് ഇസ്രായേലുമായി. അത് നൈറ്റ് വിഷൻ എക്യുപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കരാറുകളാണ്, മിസൈലുകളുമായിട്ട് ബന്ധപ്പെട്ട കരാറാണ്, വിമാനങ്ങളുമായി ബന്ധപ്പെട്ട ചില ഘടകങ്ങളുമായി ബന്ധപ്പെട്ട കരാറുകളുണ്ട്. ഒരുപാട് കരാറുകൾ ഇസ്രായേൽ ആൻഡ് ഇറ്റലി, ഈ കരാറുകളിൽ നിന്നെല്ലാം തന്നെ ഏകപക്ഷീയമായി ഇറ്റലി പിൻവാങ്ങുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നാം ഇറ്റലിയും ഇസ്രായേൽ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്. അതല്ല വിഷയം. അത് വിഷയമുണ്ട്. വിഷയമെന്ന് പറഞ്ഞാൽ പാലസ്തീൻ വിഷയത്തിൽ ഇസ്രായേൽ എടുത്ത നിലപാട്, ഇപ്പോൾ ലെബനനെതിരെ തുടരുന്ന അറ്റാക്ക്, ഇതെല്ലാം തന്നെ ഇറ്റലി പല ആവർത്തി അതിനെ വിമർശിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇതൊന്നും തന്നെ ചെവിക്കൊള്ളാൻ ഇസ്രായേൽ തയ്യാറാവുന്നില്ല. അതുമാത്രമല്ല, ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം, മേഖലാ സംഘർഷം, ഇറാൻ അമേരിക്ക സ്റ്റാൻഡ് ഓഫ്, അതിലും കാര്യമായി ഒന്നും ചെയ്യാൻ യൂറോപ്യൻ യൂണിയന് കഴിയാതിരിക്കുമ്പോൾ പ്രതീകാത്മകമായി ഒരു നടപടിയെങ്കിലും അവിടെ ഉണ്ടാകണം. ഇതൊരു സൂചനയാണ്. ഇന്ന് ഇറ്റലി, നാളെ ഫ്രാൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് പിൻവലിക്കും, ബ്രിട്ടൻ സപ്പോർട്ട് പിൻവലിക്കും. അതുകൊണ്ട് ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെടുകയാണ്. ഇസ്രായേലിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് ലോകരാജ്യങ്ങൾ, പ്രത്യേകിച്ച് പാശ്ചാത്യ ചേരിയുമായി വളരെ അടുത്ത് പ്രവർത്തിക്കാൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നു. പക്ഷേ ഒന്നൊന്നായി രാജ്യങ്ങൾ ഇസ്രായേലുമായുള്ള ചങ്ങാത്തത്തിൽ നിന്നും മാറിപ്പോവുകയാണ്. ഒരു ഡിഫൻസ് ട്രീറ്റിയൊക്കെ ഒപ്പിടുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നല്ല ബന്ധമുണ്ടെങ്കിൽ മാത്രമല്ലേ ഡിഫൻസ് ട്രീറ്റി ഒപ്പിടൂ. അപ്പോൾ അതിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പാലസ്തീൻ ജനതയോടുള്ള ഇറ്റലിയുടെ ഐക്യദാർഢ്യം, ലെബനീസ് ജനതയോടുള്ള ഇറ്റലിയുടെ ഐക്യദാർഢ്യം, അതാണ് കാട്ടുന്നത്. കാരണം അവിടുന്ന് ലഭിക്കുന്ന ആയുധങ്ങൾ
ഇറ്റാലിയൻ സഹകരണത്തിൽ നിർമ്മിക്കുന്ന ആയുധങ്ങൾ ഈ ജനതയ്ക്കെതിരെ, പലസ്തീൻ ജനതയ്ക്കെതിരെയും ലെബനീസ് ജനതയ്ക്കെതിരെയും ഇസ്രായേൽ ഉപയോഗിക്കുമ്പോൾ അതിനോടുള്ള വിയോജിപ്പ് ഈ കരാറിൽ നിന്ന് തന്നെ പിന്മാറിക്കൊണ്ട് ഇറ്റലി കാട്ടിയിരിക്കുകയാണ്. കൂടുതൽ രാജ്യങ്ങൾ ഈ പാത പിന്തുടരും എന്നതാണ് ഇപ്പോഴത്തെ നിഗമനം. അതുകൊണ്ട് ഒരു വളരെ കുറച്ച് നമ്മൾ സാധാരണ ഇറ്റലിയെക്കുറിച്ച് കാര്യമായി സംസാരിക്കാറില്ല. ഈ ഒരു ഇറാൻ അമേരിക്ക സ്റ്റാൻഡ് ഓഫ് സീരീസ് ഒരിക്കൽ പോലും ഉച്ചരിച്ചിട്ടില്ലാത്തൊരു വാക്കാണ് ഇറ്റലി. പക്ഷേ ഇറ്റലി ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രമാകുന്നു. ഞാനൊരു കഥ കൂടി പറഞ്ഞുകൊണ്ട് ഈ ഒരു ഭാഗം അവസാനിപ്പിക്കുന്നു. പണ്ട് ബൈബിളിൽ പറയുന്ന ഒരു കഥയുണ്ട്. പിശാച് കയറിയ ഒരുവനെ ഈ പിശാച് മോചിപ്പിച്ചതിന് ശേഷം അത് പന്നിക്കൂട്ടത്തിലേക്ക് കടത്തിവിടുന്നു. പന്നികളെല്ലാം തന്നെ ഓടി കടലിൽ ചാടി ചാകാനായി പോവുകയാണ്. നമ്മളെല്ലാ പന്നികളും വലിയ നെട്ടോട്ടത്തിലാണ്. കടലിലേക്ക് ചാടി ചാവുക, ജലാശയത്തിൽ ചാടി ചരിക, അത് അവരുടെ നിയോഗമാണ്. പിശാച് ബാധിച്ച പന്നിക്കൂട്ടം എന്നാണല്ലോ ആ കഥയുടെ ഇതിവൃത്തം. പക്ഷേ ഒരു ചിന്തകൻ ഈ കഥയൊന്ന് മാറ്റി എഴുതി. ഈ കഥയിൽ ഒരു ചെറിയ പന്നി തിരിച്ചു നിന്നു. മറ്റുള്ളവരോട് ചോദിച്ചു, അല്ല നമ്മൾ എന്തിനാണ് പോകുന്നത്? നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, നമ്മൾ എന്തിനാണ് ഓടുന്നത്? അല്ല, നമ്മളോട് ഓടാൻ പറഞ്ഞു, നമ്മൾ പിശാച് ബാധിച്ചിരിക്കുന്നു, നമ്മൾ ഓടുക, ചാവുക. അതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റൊരു ചെറിയ പന്നിയും കൂടെ മാറി നിന്നു. അല്ല, ഇവൻ പറയുന്നതിൽ കാര്യമുണ്ടല്ലോ, നമ്മൾ തെറ്റൊന്നും ചെയ്തില്ലല്ലോ, നമ്മൾ എന്തിനാണ് ഈ ഓടിച്ചാകാൻ പോകുന്നത്, ചാടിച്ചാകാൻ പോകുന്നത്? അല്ല, അത് പറഞ്ഞു, അനുസരിച്ചാൽ മതിയാകും. കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി വലിയ ഒരു മുന്തിയ പന്നി തിരിഞ്ഞു നിന്നു. അല്ല, ഈ കുഞ്ഞുങ്ങൾ പറയുന്നതിൽ കാര്യമുണ്ടല്ലോ. അങ്ങനെ അവസാനം പന്നിക്കൂട്ടം മുഴുവൻ തിരിഞ്ഞു നിന്നു. അവരാരും തന്നെ ചാടിച്ചത്തില്ല. ഇത് ഒരു കഥയാണെങ്കിൽ പോലും ഇറ്റലി ഇപ്പോൾ തിരിഞ്ഞു നിൽക്കുന്നു. ഈ കൂട്ടപ്പൊരിച്ചിൽ അമേരിക്ക പറയുന്നു, നമ്മൾ ചെയ്യുന്നു. അല്ലെങ്കിൽ അമേരിക്ക മിണ്ടാതിരിക്കാൻ പറയുന്നു, നമ്മളെല്ലാം മിണ്ടാതിരിക്കുന്നു. അതിൽ നിന്നും അമേരിക്കൻ ചേരിയിൽ നിന്ന് തന്നെ ഒരുവൻ അല്ലെങ്കിൽ ഒരു രാജ്യം ധൈര്യപൂർവ്വം പറയുകയാണ്, ഇത് തെറ്റ്, തങ്ങളിതാ പ്രവർത്തിക്കാൻ, തങ്ങൾ യുദ്ധത്തിലൊന്നും ഇടപെടുന്നില്ല, യുദ്ധത്തിൽ ഇറാനെ സഹായിക്കാനൊന്നും പോകുന്നില്ല, അല്ലെങ്കിൽ പാലസ്തീൻ കോസിന് വേണ്ടി പോർക്കളത്തിലിറങ്ങാൻ തയ്യാറല്ല. പക്ഷേ ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നത് തങ്ങൾ അവസാനിപ്പിക്കുന്നു. ഇതൊരു സ്പൈറലിംഗ്, കാസ്കേഡിങ്, സ്നോബോളിംഗ് ഇഫക്റ്റായി വരും എന്ന സൂചനയാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് പലപ്പോഴും ഒരു യുദ്ധം അവസാനിക്കുന്നെങ്കിൽ കൂടുതൽ ഒരു വിഭാഗം വളരെ ശക്തമെങ്കിലും കൂടുതൽ ലോകരാജ്യങ്ങളിടയിൽ ഒറ്റപ്പെടൽ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായി ഒരു തിരിച്ചുപോക്ക്, കരയ്ക്ക് കയറൽ വേണ്ടി വരും. അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ ഇറാൻ യുദ്ധം രൂക്ഷമായതോടെ ട്രംപിന് യൂറോപ്യൻ സഖ്യകക്ഷികളുടെ പിന്തുണ ഒന്നൊന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഇറ്റലിയും. ഇപ്പോൾ ഇസ്രയേലും ട്രംപും ലോകരാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ ഒറ്റപ്പെടുകയാണോ? എന്താണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി? അതാണ് ഒറ്റപ്പെടലിൻ്റെ ഒരു അന്തരീക്ഷം. ഇപ്പോൾ യുദ്ധം തുടങ്ങുന്ന സമയത്ത് മാനവരാശിയെ ആണവ വിപത്തിൽ നിന്ന് മോചിപ്പിക്കുക, ഗൾഫ് രാജ്യങ്ങൾക്ക് സുരക്ഷിതത്വം ഒരുക്കുക, തങ്ങളുടെ പ്രിയപ്പെട്ട രാജ്യമായ ഇസ്രയേലിന് സുരക്ഷിതത്വം ഒരുക്കുക, അങ്ങനെ ഇറാൻ എന്ന വലിയ വെല്ലുവിളി അവസാനിപ്പിക്കുക, ആണവായുധങ്ങൾ ഭൂമുഖത്തു നിന്ന് തന്നെ തുടച്ചു നീക്കുക. ഇതെല്ലാം ഒരുപാട് ആണവായുധങ്ങൾ കൈവശം വെച്ചുകൊണ്ട് ഏതാണ്ട് 5000-ഓളം ആണവ പോർമുന കയ്യിൽ വെച്ചുകൊണ്ടാണ് അമേരിക്ക ഇത് പറയുന്നത്. ഇസ്രയേലിൻ്റെ കൈവശവും 50-ലധികം ആണവ പോർമുനകളുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ ലോകരാജ്യങ്ങൾ കുറേയൊക്കെ ക്ഷമിച്ച് സഹിച്ച് കണ്ടില്ല കെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കും. കുറേയൊക്കെ അമേരിക്കയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ശ്രമം. കുറേ രാജ്യങ്ങളെല്ലാം പേടിച്ചു മാറി നിൽക്കുന്നു. കുറേ രാജ്യങ്ങളെല്ലാം ഇത് തങ്ങളുടെ യുദ്ധമല്ല, തങ്ങൾക്ക് അഭിപ്രായമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നു. പക്ഷേ നിലപാടുകളെടുത്ത് മുന്നോട്ട് വന്ന് ഇത് തെറ്റ് എന്ന് പറയാൻ ലോക നേതാക്കൾ ഒന്നും തയ്യാറാകുന്നില്ലല്ലോ. ഇത് പല ആവർത്തി നമ്മൾ കണ്ടതാണ്. ലോകത്ത് ഒരു നേതാവും ഇത് കാടത്തമാണെന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ വരുന്നില്ല. സേനകളെ അയച്ച് യുദ്ധം ചെയ്യണമെന്നല്ല പറയുന്നത്. മറിച്ച് അമേരിക്കയുടെ ഇറാൻ ആക്രമണം, അല്ലെങ്കിൽ ഇസ്രയേലും അമേരിക്കയും ചേർന്നുകൊണ്ട് ഇറാൻ ആക്രമണം നടത്തുന്നു, ഹോർമൂസ് ഉപരോധിക്കുന്നു. അതിനെതിരെ പോലും ലോകരാജ്യങ്ങൾ കാര്യമായി ശബ്ദിച്ചു കാണുന്നില്ല. ഉപരോധം അവസാനിപ്പിക്കണം, ഉപരോധം ഒന്നിനും പരിഹാരമല്ല എന്ന മട്ടിൽ പുകച്ചു പറഞ്ഞു പോകുന്നു എന്നല്ലാതെ അതിശക്തമായ വിമർശനങ്ങൾ അവിടെ ഉണ്ടാകുന്നില്ല. പക്ഷേ എത്ര കാലം ഈ വിമർശനങ്ങളില്ലാത്ത ഒരു ലോകക്രമം ഉണ്ടാകും? അതുകൊണ്ടാണ് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളാണ് എക്കാലത്തും അമേരിക്കയുടെ പിൻബലം, ബാക്ക് യാർഡ് എന്ന് വേണമെങ്കിൽ പറയാം.
അമേരിക്ക നടത്തിയ എല്ലാ യുദ്ധങ്ങളിലും കൈയച്ച് സഹായം നൽകിയതും ആയുധങ്ങൾ നൽകി സേനകളെ നൽകി കൂടെ ചേർന്ന് പൊരുതി ഒന്നാം ഗൾഫ് യുദ്ധത്തിൽ സദ്ദാം ഹുസൈനെതിരെ, കുവൈറ്റ് വിഷയത്തിൽ, രണ്ടാം ഗൾഫ് യുദ്ധത്തിൽ, സദ്ദാം ഹുസൈനെ പുറത്താക്കാൻ വേണ്ടിയുള്ള യുദ്ധത്തിൽ, അഫ്ഗാനിസ്ഥാനിലെ യുദ്ധത്തിൽ എല്ലാം തന്നെ നെയ്റ്റോ രാജ്യങ്ങൾ, യൂറോപ്യൻ യൂണിയനിലെ അമേരിക്ക പക്ഷപാതികളായ സൈന യൂണിറ്റുകളായ നെയ്റ്റോ പങ്കാളികളായി. എന്തുകൊണ്ട് ഈ യുദ്ധത്തിൽ നെയ്റ്റോയുടെ ഒരു രാജ്യം പോലും, അമേരിക്കയ്ക്ക് പുറത്തു നിന്നും ഒരു രാജ്യം പോലും പങ്കെടുക്കുന്നില്ല? കാനഡ പങ്കെടുക്കുന്നില്ല. യൂറോപ്യൻ യൂണിയനിലെ ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, സ്പെയിൻ, ഇറ്റലി ഈ രാജ്യങ്ങളൊക്കെ നെയ്റ്റോ രാജ്യങ്ങളാണ്. ബെൽജിയം, നെതർലൻഡ്, ലക്സംബർഗ് ഇതൊന്നും തന്നെ ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അമേരിക്ക ഒറ്റപ്പെടുന്ന കാഴ്ചയാണ്. എന്തുകൊണ്ട് ഒറ്റപ്പെടുന്നു? യുദ്ധം മാത്രമല്ല വിഷയം, യൂറോപ്പിൻ്റെ ഗുഡ്വിൽ അമേരിക്ക നഷ്ടപ്പെടുത്തി. ഡെൻമാർക്ക് ഒരു ചെറിയ രാജ്യമല്ലേ? ആ ചെറിയ രാജ്യത്തിൻ്റെ ഭൂപ്രദേശമാണ് ഗ്രീൻലൻഡ്. ആ ഗ്രീൻലൻഡ് ഇങ്ങ് എടുക്കുകയാണെന്നാണ് ട്രംപ് പറയുന്നത്, ബലം പ്രയോഗിച്ച്. അല്ലെങ്കിൽ ഞങ്ങൾ വില തന്ന് ഡെൻമാർക്കിൽ നിന്നും വാങ്ങാം എന്നാണ് പറയുന്നത്. കൊടുക്കാൻ തയ്യാറായെങ്കിൽ മാത്രമല്ലേ വാങ്ങാനാവൂ. ഡെൻമാർക്ക് അത് വിൽപ്പനയ്ക്ക് വെച്ചിട്ടില്ല. ഈ വസ്തു, ഗ്രീൻലൻഡ് എന്ന വസ്തു വിൽപ്പനയ്ക്ക് എന്ന് ബോർഡൊന്നും തൂക്കി ഒരിടത്തും വെച്ചിട്ടില്ല ഡെൻമാർക്ക്. പക്ഷേ ബലപ്രയോഗത്തിലൂടെ, ഏകപക്ഷീയതയിലൂടെ എന്തും പ്രദേശങ്ങളാകട്ടെ മറ്റു കാര്യങ്ങളാകട്ടെ എടുക്കാൻ തീരുമാനിക്കുകയാണ്. യുണൈറ്റഡ് നേഷൻസിൻ്റെ പല സമിതികളിൽ നിന്നും അമേരിക്ക പിൻവാങ്ങുകയാണ്. അതുമാത്രമല്ല, എത്ര ആവർത്തിയാണ് ട്രംപ് പറഞ്ഞത്, നെയ്റ്റോ ഞങ്ങൾക്കൊരു ബാധ്യതയാണ്, നിങ്ങളുടെ ആവശ്യമാണ്, റഷ്യയിൽ നിന്നുമുള്ള ആക്രമണ ഭീഷണി തടയാൻ നിങ്ങളുടേതാണ് നെയ്റ്റോ, ഞങ്ങൾക്കതിൽ വലിയ പങ്കാളിത്തമൊന്നുമില്ല, ഞങ്ങൾക്കിത് നഷ്ട കച്ചവടമാണ്. അപ്പോൾ യൂറോപ്പിനെ സംരക്ഷിക്കുന്നത് പോലും ബാധ്യതയായും അതൊരു കച്ചവടമായും ആ കച്ചവടം നഷ്ടമായും എണ്ണുന്ന ട്രംപ്, അത് എണ്ണുക മാത്രമല്ല പരസ്യമായിട്ട് പറയുമ്പോൾ എത്രത്തോളമാണ് യൂറോപ്യൻ മനസ്സുകൾ ആകുലപ്പെടുന്നത്. അവർക്ക് പ്രതികരിക്കാൻ വലിയ ശേഷിയില്ലാത്തതുകൊണ്ടും അമേരിക്ക ഇപ്പോൾ വെറുപ്പിക്കുന്നത് അത്ര ശരിയല്ലാത്തതുകൊണ്ടും അത്ര സുഗമമാവില്ല എന്നതുകൊണ്ടുമാണ് സഹിച്ചു ക്ഷമിച്ചിരുന്നത്. അപ്പോഴാണ് അശ്വിനിപാതം പോലെ വ്യാപാര യുദ്ധം വരുന്നത്. മുഖം നോക്കാതെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ ടാരിഫ് അങ്ങോട്ട് അടിച്ചു കൊടുക്കുകയാണ്. ഇപ്പം ചരിത്രപരമായ ഒരു ബന്ധമുണ്ടല്ലോ, ഒരു ട്രാൻസ് അറ്റ്ലാന്റിക് റിലേഷൻഷിപ്പ്. ഇതൊക്കെ തന്നെ തൃണവൽഗണിച്ചുകൊണ്ട് അമേരിക്കയുടെ കാര്യം മാത്രം സിന്ദാബാദ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ വ്യക്തിപരമായ ചില ഈഗോ, ഇഷ്ടാനിഷ്ടങ്ങൾ എല്ലാം പറഞ്ഞുകൊണ്ട് പോവുകയാണ്. എന്തിന്? ഈവൻ നൊബേൽ സമ്മാനം തന്നെ സ്കാൻഡിനേവിയൻ ഒരു കോൺട്രിബ്യൂഷനാണല്ലോ, ഈ നോർവീജിയൻ കോൺട്രിബ്യൂഷനാണ് ഇത്. ആ നോർവേ, സ്വീഡൻ, ഫിൻലൻഡ് മേഖല പൊതുവേ സമാധാനത്തിൻ്റെ മേഖലയല്ലേ? സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം അവിടെ നിന്നല്ലേ കടന്നു വരുന്നത്. അതുപോലും വാശി പിടിച്ച് തനിക്കാണ് അർഹതപ്പെട്ടത്, നിങ്ങൾ തരൂ എന്ന് പറഞ്ഞയാളാണ്. അവർ കൊടുത്തത് വെനിസ്വേലയിലെ ഒരു സ്ത്രീക്കാണ് കൊടുത്തത്. ആ സ്ത്രീയുടെ കയ്യിൽ നിന്നും നാണമില്ലാതെ നോബൽ സമാധാന സമ്മാനം വാങ്ങി ഷെൽഫിൽ വെച്ച ഒരു മനുഷ്യനാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് ഓർക്കണം. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ എത്രത്തോളം ട്രംപിനെ ബഹുമാനിക്കും, അംഗീകരിക്കും. അപ്പോൾ അമേരിക്കയോടുള്ള ട്രംപ് എന്ന് പറഞ്ഞാൽ അമേരിക്ക എന്നർത്ഥമില്ല. ട്രംപിന് ശേഷവും പ്രസിഡന്റുമാർ വരും. യൂറോപ്പിന് തുടർന്നും അമേരിക്കയുമായി സഹകരിക്കേണ്ടതാണ്, വ്യാപാര ബന്ധം ഉൾപ്പെടെയാണ്. പക്ഷേ ട്രംപ് ഉണ്ടാക്കി വെച്ച ബാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഓരോരോ യൂറോപ്യൻ രാജ്യങ്ങൾ മാറി ചിന്തിക്കാൻ തയ്യാറാകുന്നത്. അതുകൊണ്ടാണ് കൃത്യമായി പറയാം, ഇസ്രയേലും അമേരിക്കയും യൂറോപ്യൻ മനസ്സിൽ നിന്ന് പതിയെ മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ട്രംപ് കാലഘട്ടത്തിന് ശേഷം മാറ്റമുണ്ടാകും എന്നത് പൊതുവെയുള്ള നിഗമനവുമാണ്.